വെക്കാനായിട്ട് ബ്രസീൽ വരെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അതേന്നായിരിക്കും. ഇരിക്കട്ടെന്നേ. ശുദ്ധജലത്തിൽ ജനിച്ച് അവിടെ നിന്ന് നേരെ കടലിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വർഷങ്ങളോളം അവിടെ താമസിച്ച് അവിടെ നിന്ന് വീണ്ടും ജന്മസ്ഥലത്തേക്ക് മുട്ടയിടാനായിട്ട് തിരികെ വരികയും പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുത്തതിന് ശേഷം മരണം കൈവരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരുപാട് അത്ഭുത സവിശേഷങ്ങളുള്ളതും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ വിധേയപ്പെട്ടിട്ടുള്ളതുമായ ഈ സാൽമൺ ചേട്ടനെ നമ്മളായിട്ടിന് ബഹുമാനിച്ചില്ലെന്ന് വേണ്ട. അപ്പൊ ബഹുമാന സൂചകമായിട്ട് ചേട്ടൻ ഒരു വ്യത്യസ്ത രുചി കൊടുക്കാന്ന് ഓർത്ത് ഞാൻ നടത്തിയ യാത്രയിൽ ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ബ്രസീലിലാണ്. ഈ കറി വെക്കുമ്പോഴുള്ള ബഹുമാനം മീനിനെ ചൂണ്ടിയിട്ട് പിടിച്ചുകൊണ്ടായിരുന്നു ആരും തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമാവും. ഹായ് ഹലോ, എല്ലാവർക്കും ഷാർസ്വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയുടെ ലേക്കിൽ നിന്ന് അരുവി വഴി ഡാമിലോട്ട് പോയിക്കൊണ്ടിരുന്ന സാൽമണിനെ നമ്മൾ നൈസായിട്ട് ചൂണ്ടിയിട്ട് പിടിച്ച് അതൊരു ബ്രസീലിയൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യാൻ പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ വേഗം തന്നെ നമുക്ക് ബ്രസീലിയൻ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ മീൻകറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാരിനേഷനാണ്. അതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ക്യൂമിൻ പൗഡറാണേ. ഇതുണ്ടോ, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ നമ്മൾ ഇതിലോട്ടിട്ടു. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയെ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാമേ. മസാലയിലോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടുക. അപ്പം മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ മസാല പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. തൈര് എല്ലാത്തിലും ഒരുപാട് പിടിക്കാൻ പാടില്ല, ജസ്റ്റ് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പം മസാല ഇട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ തൈരിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമ്മൾ ഒരു 70% ഇത് വറുത്തെടുക്കും. എന്നിട്ടാണ് നമ്മളിത് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ തൈര് ഇത്രയേ പിടിക്കാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്തെടുക്കാമേ. അതിനായിട്ട് വെളിച്ചെണ്ണയിലല്ല ബട്ടറിൽ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ ബ്രസീലിയൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം ഇതിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മുടെ കറിയുടെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ബട്ടർ ചൂടായി വരുന്നതിലോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ത്രികോണം ഇരിപ്പുണ്ടല്ലോ, ഷേപ്പിനുണ്ട്. അത് ഞങ്ങൾ മീൻ്റെ ഷേപ്പ് ആരും മൈൻഡ് ആക്കണ്ട, കറിയുടെ ടേസ്റ്റിലാണ് കാര്യം അല്ലേ. അപ്പോൾ ഒരുപാട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 70%. സാൽമൺ അല്ലെങ്കിൽ തന്നെ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിതൊരു 70% എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റിനകത്ത് നമ്മളിത് മറിച്ചിടും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് മറിച്ചിടാമേ. ഇതിലോട്ട് ആവശ്യമുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 സവാള, പിന്നെ ഒരു 2 ടീസ്പൂൺ തൈര്, പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഒരു 2 നുള്ള് ക്യൂമിൻ, ചെറുജീരകം. ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഈ സോസിലോട്ട് ഒരു 10 കാഷ്യൂം കൂടി ഇടണം കേട്ടോ. അത് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ഇതിലോട്ട് ഇട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് എണ്ണയുടെ കളികളില്ല, ബട്ടറിൻ്റെ മാത്രം കളികളേ ഉള്ളൂ. നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ ദേ അടിച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. നമ്മുടെ ഈ പേസ്റ്റ് കുറച്ച് നേരം ഒന്ന് തിളക്കാൻ വിടണേ. അപ്പോഴേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ആ കളറും കൂടി മാറി തുടങ്ങും. എന്നിട്ട് ഇതിലോട്ട് നമ്മളുണ്ടല്ലോ 1 സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കണേ.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ കസൂരി മേത്തിയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. കണ്ടോ, ഡ്രൈ മിൻറ്റ് ലീവ്സ്. കസൂരി മേത്തി ഒരു പിടി നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് ഇത്രയും തന്നെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി. ഒരു പേസ്റ്റ് പോലെ, പൗഡർ പോലെ ആക്കി എടുത്തിട്ട് ഇച്ചിരി നല്ല ഫൈനായിട്ട് നമ്മളിങ്ങനെ അങ്ങ് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല പൊടിയാക്കി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ. ഇത് നമ്മൾ പച്ചക്കല്ല എല്ലാം ഇട്ട് അരച്ച് പേസ്റ്റാക്കി ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണേ. എന്നിട്ട് ഇനി ഈ കസൂരി മേത്തിയും കൂടി ഇട്ട് ഒന്നും കൂടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്ന നമ്മുടെ ഇതിലോട്ട് നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുക്കിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മീനും കൂടി ഇട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഇച്ചിരിയും കൂടി കുറുകിപ്പോയില്ലേ, നമുക്ക് എന്തോരം കൺസിസ്റ്റൻസി ആവശ്യമുണ്ടോ അത്രയും ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രേവി വേണ്ടേ, അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിക്ക് ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുക്കിംഗ് ക്രീം ഇട്ട് ഇറക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കറിയെ. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഇതാ നമ്മുടെ കുക്കിംഗ് ക്രീം ഇടാൻ പോവാണ്. ജസ്റ്റ് ഒരു 2 ടീസ്പൂണേ. എനിക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഇടാം. എനിക്കൊരു 1 സ്പൂണും കൂടി ഇടാൻ തോന്നുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കുക്കിംഗ് ക്രീമും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമും കൂടി ഇട്ട് ഇതാ നമ്മുടെ കറി ഒന്നും കൂടി തിളക്കുന്നുണ്ട്. അതിലോട്ട് നമുക്കൊരിച്ചിരി നമ്മുടെ കസൂരി മേത്തി കുറച്ചൊന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇതാ ഇച്ചിരി കസൂരി മേത്തിയും കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാൻ പോവാണ്. നമ്മുടെ മെയിൻ പരിപാടി വേറൊന്നുമല്ലല്ലോ, ഈ ഫുഡ് കഴിക്കൽ തന്നെയാണല്ലോ. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പുതിയ ബ്രസീലിയൻ സ്റ്റൈൽ നമ്മുടെ മീൻ കറി, അല്ല സാൽമൺ കറി, നമുക്ക് ഞാനും കൂട്ടി ചേർത്ത് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഈ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണമല്ലോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഇച്ചിരി ഇതാ മീറ്റൊക്കെ ഒരുപാട് സോഫ്റ്റും അല്ല, ഒരുപാട് ഹാർഡും അല്ലേ, മുള്ളൊക്കെ ഉണ്ട്. നമുക്ക് മുള്ളില്ലാത്തൊരു പീസ് നോക്കി എടുക്കാം. അപ്പം ഫസ്റ്റ് ബൈറ്റ് കഴിക്കാൻ പോവാണേ. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. അതിലൊരു മുള്ളുണ്ട്, സോറി. ഓക്കെ, ആഹാ അടിപൊളി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈ സാൽമണിനെ പറ്റി ഞാൻ ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് സാൽമണിനെ പറ്റിയല്ല. ഈ എന്താ പറയുക, അരുവിയിലും തടാകത്തിലൊക്കെ കിട്ടുന്ന നമ്മുടെ 3-4 ടൈപ്പ് സാൽമൺ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ പിടിച്ചുകൊണ്ട് വന്ന സാൽമണിന് ഒരു ഉളുമ്പ് നാറ്റം ഉള്ളതാണ്, അതിന് കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, നമ്മൾ പിടിക്കാൻ പോയപ്പോഴും പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സാൽമണിനെ പറ്റി ഈ പറയുന്നത്, അല്ലാണ്ട് ശരിക്കുമുള്ള നമ്മുടെ വൈറ്റ് സാൽമണിനെ പറ്റിയല്ല. അപ്പം അത് വെച്ച് ഞാൻ ഈ കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും സാൽമണിന് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ടൈപ്പ് സാൽമണ് നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിച്ചപ്പം ഇത് ഭയങ്കര കുറച്ചും കൂടി ടേസ്റ്റ്ഫുള്ളായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ കറി കസൂരി മേത്തിയുടെ ഒക്കെ ഫ്ലേവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നല്ല രുചിയുണ്ട്. നമ്മൾ ഇതൊരു മീൻ ഡിഷായിട്ട് തോന്നുന്നില്ല. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ
പിന്നെ ഇത് കഴിച്ചിട്ട് ഞാൻ മാത്രമേ ഇരുന്ന അഭിപ്രായം പറയുന്ന മോശമല്ലേ, ഇവിടെ ക്യാമറയുടെ പിന്നിൽ ഇച്ചാനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇച്ചാനും കുറച്ച് കൊടുത്തു നോക്കിയിട്ട് ഇച്ചാൻ്റെ അഭിപ്രായം കൂടി കേട്ട് നോക്കാം. അതിൽ അതിൻ്റെ ഒരു ശരി. അല്ലെങ്കിൽ ഞാൻ മാത്രം പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ ചുമ്മാ പറയുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് ഇച്ചാൻ ഇരിപ്പുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇതായിന്ന് അറിയാം. ഇച്ചാ കഴിച്ച് നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണേ. ഒരു ഡിഫറെന്റ് ഡിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അടിപൊളി, നല്ലൊരു കേരള സ്റ്റൈൽ അല്ലേ ഏതായാലും. ഓ എന്തായാലും ഭാഗ്യം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. ശരിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സൈനിങ് ഓഫും കൂടി പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി കഴിച്ചു തീർക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.